ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വ്യാപകമായ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്കുമാണ് രൂപം കൊടുക്കുന്നത്. കൊറിയർ സർവീസിലൂടെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ അയക്കുന്നതായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. കൊറിയർ കമ്പനികളോട് ഞാൻ ഒരു കാര്യം പാലക്കാട് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി നിർത്തിക്കൊള്ളണം. സ്വകാര്യ കൊറിയർ കമ്പനികൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയും ലഹരി പദാർത്ഥങ്ങൾ രാസലഹരി അയക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഈ കമ്പനികൾക്കെതിരെ ഉണ്ടാകും. ഇന്ന് കൊറിയർ കമ്പനികളിലൂടെ അവരയക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. സ്വകാര്യ കൊറിയർ കമ്പനികൾ ഇത് രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും.